അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു സൂ കാണാൻ വേണ്ടിയിട്ട് പോന്നിട്ടുണ്ടായിട്ടോ. മലാസിലെ ഒരു സൂ ആണിട്ടത്. റിയാദ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു സൂ ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം നമ്മൾ 4 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ആക്കും കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 5 മണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ശശി ആയിക്കാണ്ട് നേരെ ഇവിടെ കുറച്ചാണ് പോയിട്ട് സലാം പാർക്ക് ഉണ്ട് കേട്ടോ. മുമ്പത്തെ പോലെ തന്നെ അതേ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ വന്ന ആ ടൈമിലുള്ള ഐറ്റംസ് മാത്രമേ തന്നെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അത്ര നിരാശയൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അത് നമ്മൾ കണ്ട ആ ഒരു ലെവലിലുള്ള ഐറ്റംസ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് സലാം പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് ഇവിടെ നല്ല തണുപ്പും പിന്നെ നമ്മളെ ഊട്ടിയിലൊക്കെ ചെന്ന ഒരു ഫീലാണ് കേട്ടോ. യുക്കാലിപ്സിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ നമ്മൾ കയറി ചെല്ലുന്ന അടുത്ത് തന്നെ. പിന്നെ ഒരുപാട് ഈത്തപ്പനകളും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈത്തപ്പനൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഈത്തപ്പഴം ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ പെറുക്കിയിട്ടുണ്ട് വെറുതെ ഒരു ജസ്റ്റ് രസത്തിന് വേണ്ടിയിട്ട്. വലിയൊരു കായലുണ്ട് കേട്ടോ. ഈ കായലിൽ ബോട്ടിങ്ങും പിന്നെ ഒരുപാട് ഡെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈവനിങ് ആയാൽ പിന്നെ എല്ലാവരും ഇവിടെ ഇതുപോലെ ഈ ഒരു പാർക്കിൽ വന്നിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ രാത്രിയിൽ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരം പരിപാടി ഇങ്ങനെ എല്ലാവരും ആയാൽ പിന്നെ ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അറബി പൂച്ച അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടോക്കി. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ ഇതിൽ കയറാം. എന്തായാലും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കാണാനുണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഞങ്ങൾ 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുള്ള ഡെക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുഞ്ഞു ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്ന് നിൽക്കാം. നല്ല കാറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിനി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. വൈകുന്നേരം സൂല് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻഷനില്ല. കാര്യം ഇത് നല്ല രസമുള്ളൊരു നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. നമ്മൾ ഈ കനാലിൻ്റെ ഈ ഒരു അറ്റത്ത് കൂടെയാണ് കേട്ടോ ഈ ഡെക്ക് വരുന്നത്. കുഞ്ഞിനൊക്കെ ഭയങ്കര ത്രില്ലായിട്ടുണ്ട് അത് കണ്ടപ്പോൾ. അങ്ങോട്ട് ഇറങ്ങാനാണ് ഇപ്പോൾ പറയണത്. പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ നടന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വിരിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിക്കാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കോഫി കൊണ്ടുവന്നിട്ടുണ്ടായി കേട്ടോ. കോഫിയും ജ്യൂസൊക്കെ നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നിസ്കരിക്കാമെന്നൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ.
ഇതൊരു ട്രെയിനാണ് കേട്ടോ. നല്ല രസമുണ്ടായിന് കാണാൻ. അപ്പോൾ രാത്രിയിലാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇഷാസലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ട്രെയിനിൽ കയറാമെന്ന് പരിപാടി ഇട്ടിട്ട്. നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ, അറബിക് ഒരു സോങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു ഈ ട്രെയിൻ കേട്ടോ. ഇതിൽ നമുക്ക് കയറാനായിട്ട് നമ്മൾ കുറച്ച് ഇരുട്ടായിട്ട് കയറാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളൊരു മൈരിബിസലിൻ്റെ കുറച്ച് മുമ്പായിട്ടൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാർജ് മിക്സഡ് പിസ്സയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, കിട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് എത്തിയിട്ട് നമ്മൾ പിസ്സ, ഈ ഒരു പിസ്സയിൽ സോസേജും പിന്നെ എന്താ പറയുക ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒലീവ്, ബ്ലാക്ക് ഒലീവും ഉണ്ട്, പിന്നെ ഗ്രീൻ ഒലീവും ഉണ്ട് കേട്ടോ. അതിൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സംഭവം. ഒരു ചെറിയ പീസ് തന്നെ തിന്നാലേ നമുക്ക് വയറൊക്കെ ഫില്ലാവും. അതേപോലെ കേട്ടോ ചീസാണ് അധികമായിട്ട് ഇതിലുള്ളത് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു പിസ്സയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ സല നിസ്കരിച്ചിട്ടു. മഗ്രിബ് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ ആണ് കേട്ടോ നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മഗ്രിബ് സല കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്ക്, കിഡ്സിൻ്റെ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായി കേട്ടോ. ഇവിടെ പിന്നെ വെള്ളത്തിൽ ചാടുന്ന ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കിട്ടും, പക്ഷേ നമ്മളതിൽ ഇറക്കിയിട്ടില്ല കേട്ടോ കുട്ടികളെ. പിന്നെ നമ്മൾ ട്രെയിൻ കയറാമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇതിലൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്ന് എഴുതിയിട്ട്. രാത്രി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ട്രെയിനിൽ നല്ല അറബിക് സോങ് ഉണ്ട് കേട്ടോ. ഒരു DJ പോലെയുള്ള സോങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇഷാസലക്കാണ് ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ആ ടൈം ആയതുകൊണ്ട് സോങ്ങൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ കയറിയ ടൈമിൽ. അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ. ആ പാട്ട് എന്താടാത്ത ഈ ഒരു ട്രെയിനിൽ കയറാൻ കുട്ടികൾക്ക് 5 റിയാലാണ് കേട്ടോ, വലിയവർക്ക് 10 റിയാലും. അങ്ങനെ ഞങ്ങൾ 110 റിയാലിന് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയാണ് ഇതിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ സലാം പാർക്കിൻ്റെ ഗേറ്റ് 1 നമ്മൾ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡിന്നർ പാർട്ടി ഉണ്ട് കേട്ടോ. നമ്മളെ റിയാസ് ഖാൻ്റെ പെങ്ങളെ മോനും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ബദിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, കുറച്ചാണ് പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡിന്നർ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ, അവിടെ നിന്ന് പോകാമെന്ന് എഴുതിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. സുലൈമാൻ ഹബീബാണ് കേട്ടോ പേര്. അപ്പോൾ നമ്മൾ ബദിയയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാഷാ അല്ലാ മോളു ശൂരിക്കള. അപ്പോൾ നമ്മളെ കെൻസമോളും മാസിയൊക്കെ ഉറങ്ങി എണീറ്റതാട്ടോ കേട്ടോ.
അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, റൂമിലെത്തിയിട്ടുണ്ട്. കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങി എണീറ്റതാണ്. അപ്പോൾ നമ്മളെ റോഫുട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ, റൂമിലെത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നമ്മളറിയുന്നു. നസമോളും മാസി കുട്ടനും ചോക്ലേറ്റ് കണ്ടിട്ട് ഓർക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ്. പിന്നെ അടിപൊളിയിലെ നല്ല ടേസ്റ്റുള്ള ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസ്. നസമോക്കും മാസിക്കും നമ്മളെ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ അത്രക്കൊരു ശരിയായിട്ടില്ല കേട്ടോ. പിന്നെ പോകാൻ നേരത്ത് നല്ല കമ്പനി ആയിട്ടുണ്ടായിനി. നിങ്ങൾ ഫ്രണ്ട്സായോ? റൈസോ നിങ്ങൾ ഫ്രണ്ട്സായോ? അപ്പോൾ നമുക്ക് റോഫുട്ടി വന്നപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മഗ്ലൂബയാണ് കേട്ടോ നമുക്ക് ഡിന്നറിന് ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാ മഗ്ലൂബ ഉണ്ട്, കുനാഫ ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ താഹീനൊക്കെ ഉണ്ട് കേട്ടോ, ഐറ്റംസുകളൊക്കെ ഉണ്ട്. മാഷാ അല്ലാ ഇതാണ് കേട്ടോ നമ്മളെ ചിക്കൻ മഗ്ലൂബ. നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടത്. ഇതിൻ്റെ കൂടെ ചിക്കനും പിന്നെ കുറച്ച് മസാലകളൊക്കെ ഉണ്ടാകും. ഇതെന്താ കുനാഫേ? മാഷാ അല്ലാ റോഫുട്ടിയെ ചിക്കൻ എന്നാ ടേസ്റ്റല്ലേ? അടിപൊളിയാണിത്.
റോ ഫുഡ് നമുക്ക് ചിക്കൻ മഗ്ലൂബ അതുപോലെ തന്നെ അറേബ്യൻ കുനാഫയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി കേട്ടോ. മാഷാ അല്ലാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ഫേവറേറ്റ് ആണ് കേട്ടത്. ഇത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയൂല. എന്നാലും ഞാനിത് ഇടയ്ക്ക് ഈ ഒരു കുനാഫ റെഡിയാക്കലുണ്ട് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഈ കുനാഫ റെഡിയാക്കുമ്പോൾ നമുക്ക് ഈ വളരെ തിന്നായിട്ടുള്ള വേമസെല്ലില്ലേ അതാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ അതിനുള്ള ഒരു സോസേജ് അതിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കണം. അതൊക്കെ നമ്മൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നാരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റൂമിലേക്ക് പോക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ.